പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും വെബ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ മലയാളം ടൈപ്പ് ചെയ്യുക എന്നാണ്. നിങ്ങൾക്കറിയാം, സാധാരണ നമ്മൾ മംഗ്ലീഷ് പോലുള്ള ആപ്പിലെല്ലാം മലയാളം ടൈപ്പ് ചെയ്യും. എന്നിട്ട് ഫോട്ടോഷോപ്പിൽ കോപ്പി ചെയ്യുമ്പോൾ അത് ലെറ്റേഴ്സ് ഒന്നും കൃത്യമായി വരില്ല. അതെങ്ങനെയാണ് ടൈപ്പ് ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ അത് മംഗ്ലീഷാണ്, നമ്മൾ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത മലയാളത്തേക്ക് വരുന്നതാണ്. അതിൽ ഞാനൊരു പ്രിയപ്പെട്ടവരെ എന്നൊരു വാക്ക് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാനത് കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്തിട്ട് ഫോട്ടോഷോപ്പിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാണ്. കോപ്പി ചെയ്തപ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ ഒരു ലെറ്റർ വരുന്നത്, ക്ലിയറായി വരാതെ, മലയാളം അക്ഷരങ്ങളൊന്നും ക്ലിയറായി വരുന്നില്ല. ഇതിന് പ്രതിവിധി ഞാൻ കാണിച്ചു തരാം. അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു ആപ്പാണ്, വെബ്സൈറ്റാണ് കുട്ടി പെൻസിൽ. നിങ്ങൾ ചെയ്യേണ്ടത് kuttipencil.in പോവുക. എന്നിട്ട് മംഗ്ലീഷ് പോലെ തന്നെ നമ്മൾ മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നേരിട്ട് കോപ്പി ചെയ്യല്ല ചെയ്യേണ്ടത് കുട്ടി പെൻസിലിൽ. എന്നിട്ട് അതിൽ കൺവേർട്ട് എന്നുണ്ട്, കൺവേർട്ട് ടു FML സീരീസ്. അതായത് ഫോട്ടോഷോപ്പിൽ FML സീരീസ് ആണ് ഉപയോഗിക്കുന്നത്. അത് കോപ്പി ടു FML സീരീസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ടെക്സ്റ്റ് കോപ്പി ചെയ്യുക. എന്നിട്ട് ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോഴും വരില്ല. അപ്പോൾ പിന്നെ വേണ്ടത് നമുക്ക് മലയാളം സപ്പോർട്ട് ചെയ്യുന്ന ഫോൺസ് ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫോണ്ടാണ് ഇന്ദുലേഖ. MLT ഇന്ദുലേഖ എന്ന് നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ഉണ്ടാവും. അത് ഫോട്ടോഷോപ്പിൽ ഇല്ലെങ്കിൽ നിങ്ങൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ഇന്ദുലേഖ ഉപയോഗിക്കും വേണം. ഫോണ്ട് മലയാളം സപ്പോർട്ട് ചെയ്യുന്ന ഫോണ്ട് ഉപയോഗിക്കും വേണം. പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് FMLക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യണം. ഇത് രണ്ടും ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ മലയാളം വേർഡ്സും ടൈപ്പ് ചെയ്ത് മലയാളത്തിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.